പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് ദാ നോക്കൂ, കോഴിക്കോട് അപകടത്തിൽ നിന്നൊരു കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അയ്യോ, അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വികൃതി ഓടിപ്പോയ ഓട്ടം നോക്കിയേ, ബസ് വരുന്നത് നോക്കാതെ. നോക്കൂ, ആ കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഉണ്ടല്ലോ. ബസ് എന്ത് ചെയ്യാൻ പറ്റും? ബസ്സിനെ ബ്രേക്ക് ചെയ്യാൻ പോലും കഴിയില്ല. വളരെ പെട്ടെന്ന് ആ ഡ്രൈവർ ഒന്ന് വെട്ടിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സൈഡിൽ തട്ടു എന്നുള്ളതിന് ഉറപ്പല്ലേ. വളരെ പെട്ടെന്ന് വലത്തോട്ടൊന്ന് ഒടിച്ചു, ചവിട്ടി നിർത്തുകയും ചെയ്തു. എന്നിട്ട് ആ കൂളായിട്ട് അവിടെ തിരിച്ചെന്നെ നടന്നുപോയി. വികൃതി കുട്ടിയില്ലേ, ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കണ്ട് ഇറങ്ങി വന്നത്. അയ്യോ, ഓരോ തവണ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഷാഹദ് റഹ്മാൻ, ശരിക്കും പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന ആരും തലയെ കഴിച്ചു പോകും. അവളാണെങ്കിൽ പുറകിൽ ഈ വണ്ടി വരുന്നത് നോക്കിയതേ ഇല്ല. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ കുട്ടിയാണോ ഈ ഓടിപ്പോയത് ഷഹദ്? ഡോക്ടർ അരുൺ, തീർച്ചയായും ആ ഓട്ടോറിക്ഷയിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം വന്നതായിരുന്നു. ആ വന്ന് മാതാപിതാക്കൾ ഈ ഓട്ടോക്കാരന് പൈസ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി ഇറങ്ങി ഓടുകയായിരുന്നു. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ബസ് വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടി ആയതുകൊണ്ട് തന്നെ ബസ് ഡ്രൈവർ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ അങ്ങനെ ഒരു കുട്ടി അവിടേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുമില്ല. ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ഓടി വരുന്നത്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഡ്രൈവർ കൃത്യസമയത്ത് ബ്രേക്ക് പിടിച്ചു, വെട്ടിച്ചെടുത്തു. അതിനുശേഷം ബ്രേക്ക് പിടിച്ചു. അതുകൊണ്ട് വലിയ ഒരു അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. മാത്രമല്ല, ഈ ബസ് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ബസ് ഡ്രൈവർക്ക് അത് വലിയൊരു ഷോക്കായിട്ടുണ്ട്. അതിനുശേഷം, ഈ സംഭവം നടന്നതിന് ശേഷം ഇതുവരെ ബസ് ഡ്രൈവർ ഈ ബസ് ഓടിക്കാനോ അതുപോലെ തന്നെ വാഹനം ഓടിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്നാണ്, അതായത് ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം, അതായത് വലിയ രീതിയിലുള്ള രക്ഷപ്പെടും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മൾ ഏവരും തലയിൽ കൈവച്ചു പോകുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. CCTVയിൽ അത് വളരെ വ്യക്തവുമാണ്. ചെറിയ കുട്ടിയാണ്. വീട്ടുകാർ ഈ കുട്ടി ഓടിപ്പോകുന്നത് കണ്ടിട്ടില്ല. പക്ഷേ കുട്ടി ഓടി ഈ ബസ്സിനടുത്ത് എത്തുമ്പോഴേക്കും വീട്ടുകാർ നിലവിളിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ വീട് ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നിരിക്കണം അല്ലേ? തീർച്ചയായും അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കുട്ടിക്ക് പരിചയമുള്ള ഒരു സ്ഥലം പോലെയാണ് കുട്ടി ഓടുന്നുണ്ട്. കാരണം റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. മാതാപിതാക്കൾ തൊട്ട് ഇപ്പുറത്തെ റോഡിലാണ്, അതായത് റോഡിന്റെ എതിർവശത്താണ് മാതാപിതാക്കൾ നിൽക്കുന്നത്. അവിടെ നിന്നും ഈ ഓട്ടോ ഡ്രൈവർക്ക് പണം നൽകി അവിടേക്ക് പോകാൻ വേണ്ടി